So hi friends, കളങ്കാവൽ സിനിമ 4ാം ദിവസത്തിലേക്കാണ്. 50 കോടി ക്ലബിൽ സിനിമ കയറി. 50 കോടി ക്ലബില് ഡേ 1 16 കോടിയോളം കളക്ട് ചെയ്ത സിനിമ, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത സിനിമ. അതെ, ഡേ 1 16 കോടിയാണെങ്കിൽ ഡേ 2 അതിനെക്കാട്ടും മേളില്. ഡേ 1 ഏറ്റവും ഹയസ്റ്റ് വന്ന് എംപുരാൻ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് രണ്ടാം സിനിമ അല്ലെങ്കിൽ പറയുമ്പോൾ അതും പറയണം, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും വന്നു എന്നുള്ളത് ഒരു വിജയം തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ 100 രൂപ ഇറക്കി എനിക്ക് 150 കിട്ടി, ഞാൻ ഒരു 10 രൂപ ഇറക്കി എനിക്ക് 100 രൂപ കിട്ടി. നമ്മൾ വ്യത്യാസം. കളങ്കാവൽ സിനിമ എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പൊ കണ്ടിട്ടുണ്ട്. അതിനകത്തുള്ള മമ്മൂക്കായുടെയും വിനായന്റെയും പെർഫോമൻസ് കുറിച്ചൊന്നും നമ്മളിനി വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ റിവ്യൂ റിയാക്ഷനിലായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. റിവ്യൂ പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു ഒട്ടുമിക്ക ആളുകളും ചെയ്തത്. ഇങ്ങനത്തെ നല്ല സിനിമകളെ കുറിച്ച് വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ അവർക്ക് നല്ല റീച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയില് രണ്ടാളുകൾ, ഒന്നും നമ്മുടെ കിഴിയുണ്ട്, കിഴി ഏറി കയറിയിട്ട് ഇതുവരെ താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പം വീണ്ടും ഇത് രണ്ട് എന്താ പറയാ തീട്ടങ്ങൾ എന്ന് വേണം. ആ ഒരു ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഈ റിവ്യൂ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അർഹിക്കുന്നുണ്ട്. കാരണം ഒരു നല്ല സിനിമയെ മമ്മൂക്കയുടെ 74ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം, മമ്മൂക്ക എന്ന് പറയുന്ന നടൻ 8 മാസങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഇതേപോലത്തെ ചില മരവാഴകൾ എടുത്തിട്ട് കീറിയതിന്റെ ഒരു എന്താ പറയാ ഒരു തിരിച്ചുള്ള ഒരു പണിയാണ് നമുക്ക് ഈ സിനിമയിലൂടെ അല്ലെ. നമ്മളത് മാനിച്ചേ പറ്റൂ. കാരണം ഈ രീതിയിലുള്ള വർത്താനം, കാരണം ഇവനും പറയുന്നുണ്ട് ഈ തീട്ട വന്ന് ഇവൻ എന്ന് പറയുന്ന ആരെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരു നാറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ പരനാറികൾ, അവന്റെ കൂടെ വേറൊരു വേട്ടാവളിയും കൂടെ ഉണ്ട്. ഈ രണ്ട് ഏതാണ് ഈ ഊളകള്? ഇവനൊക്കെ വന്നിരുന്നോണ്ടേ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ കീറി മുറിക്കുമ്പോഴത്തേക്ക് അന്ന് ഇവനെല്ലാം ഒരു സിനിമ എടുത്ത് കാണിക്കണം. അവൻ പറയുന്നുണ്ട് ഞാൻ സിനിമ കണ്ട് ഉറങ്ങി, ഒരാൾ കിടന്ന് ഇറങ്ങി പോയെന്ന്. എന്നിട്ട് മൊത്തം ഇരുന്നോണ്ട് റിവ്യൂ 45 മിനിറ്റ് അങ്ങോട്ട് ഇരുന്നോണ്ട് റിവ്യൂ കാണാത്തവർക്ക് ഒന്ന് പ്ലേ ചെയ്തേക്കാം. നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം. ഞങ്ങൾ ഇവനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം പലരും ചോദിച്ചു ഈ തീട്ടങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യല്ലേ. സത്യത്തിൽ കളങ്കാവൽ സിനിമ ഉണ്ട് ഉറങ്ങിപ്പോയ ഞാൻ ഇറങ്ങിപ്പോയ ആള്, അങ്ങനെയാണ് സംഭവിച്ചത്. പടം തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് നല്ല കല്ലുകടി ഉണ്ടായി. അതെന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പാട്ട് കേട്ടപ്പോഴാണ്. തുടങ്ങി അടിച്ച് നല്ല സാധനം തരുക. പിന്നെ ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ആകുമ്പോഴേക്കേ സൈക്കോ ത്രില്ലറൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു ഇംഗ്ലീഷ് പാട്ട് വേണമല്ലോ. ഈ അവര് വേറൊരു ഇംഗ്ലീഷ് സെറ്റപ്പ് കൂടെ ചെയ്ത സെറ്റിംഗ്സ് ഒക്കെ അങ്ങനെയാണ്. ഒരു 70-കളിലെ 60-കളിലൊക്കെ ഇംഗ്ലീഷ് സിനിമ കാണുന്ന സെറ്റ് ആയിട്ട്. അതുപോലെ മേക്കപ്പ് ഒക്കെ ഉണ്ടാകും. മമ്മൂടിയുടെ വിഗ് എന്ന് പറയുന്നത് മുടിയും സുതാവും വരെ വിഗ് ഇവിടെ വരെയുള്ള സാധനം സെറ്റ് ചെയ്ത് അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടാകും. പിന്നെ കളങ്കളം ഷർട്ട് കാലാസം ഉണ്ടാവും. കളങ്കളം പിന്നെ അങ്ങനെ പടം ഇങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. ഭയങ്കര സീരിയൽ കില്ലറാണ് മമ്മൂട്ടി. ഒരു സീരിയൽ കില്ലറാണ് അല്ലേ? അത് സീരിയൽ പോലെ ഇങ്ങനെ സീരിയൽ പോലത്തെ ഒരു സിനിമ ആയതുകൊണ്ടാണോ സീരിയൽ കില്ലർ എന്ന് അങ്ങനെ പേരിട്ട്? ഒരു ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള സീരിയൽ കില്ലർ ഞാൻ ആദ്യമായിട്ടാണ്. മാന്യനായ ഒരു സീരിയൽ കില്ലർ, ഒരു കുടുംബത്തിലേക്കാവും സീരിയൽ കില്ലർ. അതെ, മക്കളൊക്കെ കെട്ടിച്ചു കൊടുക്കും. അതെ, കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുക്കും. അതിന് മിക്കവാറും എടുക്കും. കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി എടുത്ത പടം. അതുകൊണ്ടാണ് സീരിയൽ കില്ലിംഗ് ഒന്നും അങ്ങനെ ഭയങ്കര കാര്യമായിട്ട്. കില്ലിംഗ് ഒക്കെ വളരെ സിമ്പിൾ. കില്ലിംഗ് ഒക്കെ ഭയങ്കര ഡീസന്റ് ആയിട്ട് കില്ല് ചെയ്ത് ഇങ്ങനെ കില്ലേഷൻ ആണ് കാണിക്കുന്നത്. അത് ഇൻവെസ്റ്റിഗേഷൻ വല്ലതും ഉണ്ടോ? അത് നല്ല സിനിമ എന്നുള്ള അഭിപ്രായം എല്ലാവരും. അപ്പൊ ഇത് വാരി കൊടുത്താൽ പോരാ, ചവച്ചു കൊടുക്കണം എന്ന് പറയുന്ന പോലത്തെ പരിപാടി. ചവച്ചരച്ച് വായിലോട്ട് തുപ്പി കൊടുക്കണം, അപ്പൊ ഇഴുങ്ങ. അങ്ങനത്തെ ഒരു സിനിമ അല്ല, തീട്ട സിനിമ. അന്യായ തീട്ടം. അതിന് ഇന്റർവെല്ലിന് മുമ്പ് ഞാൻ ഇങ്ങനെ തൂങ്ങി പോയി. ഞാൻ ടെസ്റ്റ് വിളിച്ചിട്ടുണ്ട്. താനിടയ്ക്ക് ഇറങ്ങിപ്പോയി. ബോറടിച്ചിട്ട് ഇവിടെ ഉറക്കം വന്നോ? ആണേ, കുറെ പേര് ഇരുന്ന് കാണുന്നു. എന്നിട്ടോ ഇന്റർവെല്ലിൽ ഒരു ഭയങ്കര പഞ്ച്. അത് ആൾക്കാർക്ക് മനസ്സിലായില്ല. ആ പഞ്ച് കിട്ടിയില്ല. ഇനി അതല്ല, വേറെ പടം ഏതോ ഘട്ടത്തിലൊക്കെ തീരാറായപ്പോഴും കണ്ട ആൾക്കാർ അതിന് മുമ്പോ എപ്പോഴും കൈയടിക്കുന്നൊക്കെ ഉണ്ട്. എന്താ വിനായകൻ ഇരിക്കുന്ന കണ്ട കസേരയില് ഇങ്ങനെ ഇരിക്കുക. അനങ്ങായിരുന്നോളാൻ പറഞ്ഞു വിനായകൻ. ഞാൻ റോഷാക്കി ഇവിടെ ഹിറ്റാണോ എന്തോ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് ഇതുപോലെ തന്നെ ഇടച്ചില് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഉറങ്ങി. ഞാൻ മാത്രം കണ്ടു. എനിക്ക് കാണണമെന്നില്ല, വിളിച്ചോണ്ട് പോയത്. ഇന്ന് പക്ഷേ ഇത് ഞാൻ ഒപ്പിച്ച് എന്നെ ഒരുത്ത മറ്റേതാണ് വിളിച്ചു പോയി. വേറെ ഇറങ്ങിയായിരുന്നല്ലോ ബസൂക്ക. ശരിക്കും ഉറങ്ങി, ഞാൻ കൂർക്കമ്മൽ തുടങ്ങി. അപ്പൊ ഇതിനകത്തുള്ള വേറെ സിഗരറ്റ് ചവച്ചായിരിക്കുന്നു. അത് മറ്റേ മോഹൻലാലിനെ വെല്ലുവിളിച്ചായിരിക്കും മമ്മൂട്ടി. മറ്റേത് മോഹൻലാൽ മറ്റേതാണല്ലോ. ഞാനത് ചുണ്ടത്ത് വെച്ച് കൊണ്ട് നടക്കാറുണ്ട്. വലിക്കാറില്ല. അപ്പൊ നമ്മുടെ അണ്ണൻ ചവച്ച് തിന്നും തുപ്പും തൂറും. ഇത് കേട്ടെ ചവച്ച് തിന്നും തുപ്പും തൂറും. സത്യത്തിൽ ഈ സെപ്റ്റി ടാങ്കിൽ നീ മാലിന്യം കോരി ഇവന്റെ രണ്ടിന്റെ അണ്ണാക്കിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അതാണ് കൾച്ചറാണ്. ഇവനെ ചെകുത്താനെന്ന് ഇവനെ കുടുംബ പേരാണോ അതോ ഇവന്റെ ആരെങ്കിലും ഇട്ട പേരാണോ? ചെകുത്താൻ. മറ്റേത് കാട്ടാളനും ഇവന്റെ കൂടിരിക്കുന്ന നാറിയും. 2 നാറികളും കൂടെ ഈ സിനിമ അവൻ പറയുന്നത് ഇറങ്ങിപ്പോയെന്ന് പറയുന്നു, ഒരുത്തൻ ഉറങ്ങിയെന്ന് പറയുന്നത്. പിന്നെ ഇവന്മാർ എന്ത് മറ്റടുത്ത റിവ്യൂ പറയാൻ വേണ്ടി എങ്ങനെ വീണ്ടും വന്ന് കയറി സിനിമ ഉണ്ടെന്ന് തോന്നിട്ട് നല്ല റിവ്യൂ പറയാൻ അതായിരിക്കും. സാധാരണ ഇവൻ ഏറ്റവും കൂടുതൽ ലാലേട്ടനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. ലാലേട്ടനെ തെറി വിളിച്ച് അവൻ പൂര തെറി വിളിച്ച് ലാലേട്ടൻ ഫാൻസിനൊക്കെ പൂര അടിയും. ഞാനൊരു കാര്യം, ഞാൻ ലാലേട്ടൻ ഇവൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ലാലേട്ടന്റെ ചെയ്തതാ. ഒന്ന് മറ്റേ ആ ദുരിതബാധിത സ്ഥലത്ത് പോകുന്നുണ്ട് ഫോട്ടോ എടുത്ത ഒരു സംഭവം. അത് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും അതിനോടൊരു
വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ നാറിയുടെ വീഡിയോ എടുത്ത് അന്ന് റിയാക്ട് ചെയ്തത്. പക്ഷെ അതിപ്പോ തെറ്റായി പോയത് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം ഇത് സിനിമ എന്താണെന്ന് പോലും അറിയാത്ത രണ്ട് വൃത്തികെട്ട നാറികൾ. സത്യത്തിൽ ഇവനെയൊക്കെ ഇവൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് നെറ്റ്ഫ്ലിക്സിലെ സീരീസിലെ സാധനങ്ങളോ അങ്ങനത്തെ സാധനമാണ് പ്രതീക്ഷിക്കുന്നത്. അവൻ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നോ ഇതിന്റെ കഥയുടെ പ്ലോട്ട് എന്താണെന്നാണെന്നോ അല്ലെങ്കിൽ ഈ കഥ നടന്ന സംഭവത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സംഭവമാണെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അതിന് സിനിമ നോർമലി കണ്ടാലല്ലേ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ വല്ല MDMA വല്ല കഞ്ചാവൊക്കെ വലിച്ചു കയറ്റിയിട്ടായിരിക്കും രണ്ട് നാറികളുടെ തിയേറ്ററിൽ കയറി AC കൊണ്ടിരുന്ന് ഉറങ്ങാൻ വേണ്ടി വലിഞ്ഞ് കയറിയതായിരിക്കും നേമാര്. ഇവന് സിനിമ കാണുന്നതൊന്നും അല്ല പോയത്. അത് മാത്രമല്ല ചിലപ്പം ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ റീച്ച് കൊടുത്തുള്ളെങ്കിൽ ആയിക്കോളൂ, അത് പ്രശ്നമില്ല, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ പറയുന്നതിന് ഒരു എത്തിക്സ് ഒക്കെ വേണ്ട. അല്ല, ഈ തീട്ട സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തീട്ടത്തിനെക്കാട്ടിലും അങ്ങോട്ട് തരംതാന്ന് പോയിട്ടുള്ള ഈ രണ്ട് നാറികളാണ് ഈ റിവ്യൂ പറയുന്നത്. അതന്ന് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മനസ്സിലാക്കും. കാരണം ഈ മലയാള ഓഡിയൻസ് ഒന്നും മണ്ടന്മാരൊന്നും അല്ല. ഇന്നലെ മാത്രം 227 തേർഡ് ഷോകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കളിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഫുള്ളാണ്, എല്ലാ തിയേറ്ററുകളും ഫുള്ളാ. ഈ കാണാൻ വരുന്നവരൊക്കെ മണ്ടന്മാരായി. അതാണ്, അവരെല്ലാം കേരളത്തിലുള്ള സിനിമാ പ്രേമികളെല്ലാം മണ്ടന്മാരും ഈ രണ്ട് നാറികള് വലിയ ബുദ്ധിമാന്മാരും എന്നാണ് പറയുന്നത്. ഇവന്മാരുടെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല പുളിച്ചതും അറച്ചതുമായിട്ടുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇനി ഞാൻ പറയുന്നത് വിഷം ചീറ്റി അങ്ങനെ ജീവിക്കുന്ന കുറെ വാണങ്ങളാണ്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇവർ രണ്ടുപേരും ഇവനെ കാണിച്ചു കൂട്ടിയത്. കാരണം സിനിമയല്ല, ആക്ഷേപിക്കാണ്, ആളുകളെ ആക്ഷേപിക്കാണ്. ആ ഒന്നുമില്ലെങ്കിലും പ്രായത്തെങ്കിലും ബഹുമാനിക്കണം. 74-ാമത്തെ വയസ്സ് ഇവന്മാർ രണ്ടുപേരും ഉണ്ടോന്ന് പോലും അറിയത്തില്ല. എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ വടിയുടെ സഹായം ചിലപ്പോൾ ഇവനിക്കൊക്കെ വേണ്ടി. ഇവൻ വിഗ് വെച്ച് സിനിമകളിൽ ആരും അഭിനയിച്ചിട്ടില്ലേ? ഐ മീൻ ആ ഒരു കഥാപാത്രം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പ്രസ് മീറ്റിന് പോയപ്പോഴത്തേക്ക് മമ്മൂക്കായെ നമ്മൾ ഫേസ് ടു ഫേസ് നേരിട്ട് കണ്ടത്. നിങ്ങൾ തന്നെ ഇതിനുള്ള ഒരു കമന്റ് അറിയിക്കുക, ഞങ്ങള് നിർത്തി. അപ്പൊ ശരി മക്കളെ, ബൈ.